റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലാണ്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഫോർട്ട് കൊച്ചിയിലുള്ള കാഴ്ചകളായിരുന്നു. ഈ പ്രാവശ്യം ജൂയിഷ് ടൗൺ എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ അടുത്ത് പറ്റിയ ഒരു പ്രദേശം തന്നെയാണ്. ജൂതപ്പള്ളിയും ഈ ജൂയിഷ് ടൗണിലുള്ള കാഴ്ചകളും പുരാതനമായിട്ടുള്ളൊരു കാഴ്ചകളാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പ്ലീസ് വാച്ച് ദ വീഡിയോ. മട്ടാഞ്ചേരി വന്നിട്ട് ആദ്യം ഞാൻ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു സ്പ്രേ ഫാക്ടറിയാണ്. ഇവിടുത്തെ ഓട്ടോയിൽ അവരാ പറഞ്ഞത് വളരെ അടിപൊളിയുള്ള കാഴ്ചകളാണെന്നാണ് പറഞ്ഞത്. അകത്ത് വളരെ കളർഫുള്ളാണ്. എന്താ പറയുക, ഏറ്റവും വലിയ ചന്ദനത്തിരിയും സ്പ്രേ ബോട്ടിലും പലതരത്തിലുള്ള ആൽക്കഹോൾ കൊണ്ടല്ലാതെ ഉണ്ടാക്കുന്ന സ്പ്രേകളും സ്പ്രേയുടെ പലതരത്തിലുള്ള, അതായത് നമ്മളുടെ സ്മെല്ല് കൊടുത്താൽ ആ കണക്കിനായിട്ടുള്ള സ്പ്രേ ഉണ്ടാക്കി തരുന്ന ഒരു സ്പ്രേ ഫാക്ടറിയാണ് ഈ ആദ്യം നമ്മൾ കാണാൻ പോയത്. ഇവിടെ ഒരുപാട് വിൻറ്റേജ് ഹെറിറ്റേജ് ഷോപ്പുകളും മ്യൂസിയങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരി എന്നാണ് പറയണത്. വെയിറ്റ് വന്നിട്ട് 412 കിലോ, 69 അടി നീളമുള്ള ചന്ദനത്തിരി. പക്ഷെ ഇത് കൊളുത്തിയിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ 1 മാസം കത്തിരിക്കാന്നാണ് പറയണത്. അത് 1 മണിക്കൂർ നിന്ന് കത്തൂട്ടാ. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടില്ല. ഇതാര് വാങ്ങിച്ചിട്ടുണ്ട് പോവും? മേളിലെ ചന്ദനത്തിരി കേട്ടോ. അപ്പൊ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ ജൂയിഷ് സെനകളെന്നാണ്, ജൂതപ്പള്ളിയാണ്. ജൂയിഷ് ടൗണിലുള്ള ഒരു ജൂതപ്പള്ളി കഴിഞ്ഞ തവണ വന്നപ്പോഴും കാണാൻ കഴിഞ്ഞില്ല. വളരെ എൻട്രി ഫീസൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ, 5 രൂപയാണെന്ന് തോന്നുന്നു. KSRTC വന്ന് നമ്മളായതുകൊണ്ട് ഞാൻ എൻട്രി ഫീസ് എടുത്തില്ല. എല്ലാം രാജീവ് സാറാണ് ടിക്കറ്റ് എടുക്കുന്നത്. 500 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങും ജൂതപ്പള്ളിയുമാണ്. പ്രത്യേക ഒരു ആരാധന രീതിയാണ്. പ്രത്യേകിച്ച് ഒരു ശില്പമോ ആരാധന പുരുഷ ഒരു ഒന്നുമില്ല. ഒരു ഹാളിൽ വളരെ അലങ്കരിച്ച അൽത്താരയും ലൈറ്റുകളും ഒരു പ്രത്യേക രീതിയിൽ നടുക്ക് തന്നെ വേറൊരു രൂപക്കൂടും, അങ്ങനെ ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജൂയിഷ് പള്ളിയിൽ വരുന്നതും ഇതിന്റെ അകത്ത് ഒരു അൽത്താര പോലത്തെ ഒരു പ്രദേശത്ത് കയറുകയും ഈ കാഴ്ച കാണാൻ കഴിയുന്നതും ആദ്യമായിട്ടാണ്. ആദ്യം വിചാരിച്ചു ക്യാമറ യൂസ് ചെയ്യുന്നതിന് ഉപരോധങ്ങളോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവർ തന്നെ പറഞ്ഞു ഫ്ലാഷ് ഒന്നും യൂസ് ചെയ്യാതെ വീഡിയോസ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ ഒരു പ്രത്യേകതരം നിറഞ്ഞ ഒരു പ്ലേസ് തന്നെയാണ്. എന്നിരുന്നാലും ഒട്ടും ആർക്കും ഒട്ടും നഷ്ടം വരത്തില്ല. ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ മട്ടാഞ്ചേരി ഇവിടുത്തുള്ള കാഴ്ചകളെ കണ്ട് നമുക്ക് വൈബ് അടിച്ച് കിടക്കാം. നല്ലൊരു വൈബാണ് ഈ ഇവിടുത്തെ കാഴ്ചകളെല്ലാം. നമ്മളെ ബസ്സിലെ സാരഥിക്കും ഡ്രൈവറാണ്. നല്ലോണം സംസാരിക്കുന്നുണ്ട് ബൈക്ക് വാങ്ങിച്ചിട്ട്. അപ്പം ചേട്ടൻ്റെ പേരെന്താ? സനോജ് എന്നാണ്. നമ്മളിപ്പം ചേട്ടൻ ആലപ്പുഴ പ്രദേശം. എൻ്റെ വീട് ആലപ്പുഴ പുന്നപ്പറയിലാണ്. ഇപ്പൊ ഏകദേശം 9 മാസമായി കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട്. ഇപ്പൊ എനിക്ക് 9 വർഷം സർവീസ് ഉണ്ട് KSRTC. BTC ഏകദേശം ഒരു BTC ആലപ്പുഴ തുടങ്ങിയ കാലം തൊട്ട് BTC ട്രിപ്പ് ഏറ്റവും കൂടുതൽ ആലപ്പുഴയിൽ നിന്ന് ട്രിപ്പ് പോയിരിക്കുന്നത് ഞാനാണ്. ഇപ്പൊ കൊല്ലത്ത് വന്നിട്ട് ഏകദേശം ഒരു 5-6 ട്രിപ്പല്ല. ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് 2 ഡേ ട്രിപ്പാണ് പോയിരുന്നത്. 1 ഡേ ട്രിപ്പ് ആദ്യമായിട്ടാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. വയനാടും മൂന്നാറൊക്കെയാണ് ഏറ്റവും കൂടുതൽ 2 ഡേ ട്രിപ്പും എല്ലാം പോയി 2 ഡേ 3 ഡേ ഒക്കെ പോയിരിക്കുന്നത്. നല്ലൊരു വൈബുള്ള യാത്ര തന്നെയാണ്. ചെറിയ ഫസ്റ്റ് യാത്ര അല്ലായിരുന്നത്?
ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മെട്രോ വൈബ് എന്ന് പറഞ്ഞാൽ KSRTCയുടെ തന്നെ കൊല്ലത്തു നിന്നുള്ള BTCയുടെയും KSRTCയുടെ ആദ്യത്തെ ഒരു സംരംഭമാണ് മെട്രോ വൈബ് എന്നുള്ളത്. അത്രത്തോളം പോലും നല്ലൊരു യാത്രയാണത്. ഒരുപാട് കൂടുതലും പഠിക്കുന്ന കുട്ടികൾക്ക് കാണേണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. ഉണ്ട്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ അതെ അതെ. പ്രത്യേകിച്ച് വാസ്കോ ഡി ഗാമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനും ചരിത്രത്തിലെ ഒരു സംഭവമായിട്ട് ഇൻസ്പിറേഷനല്ല, ചരിത്രം നടന്നൊരു സംഭവ സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. മറ്റേ ഫോർട്ട് കൊച്ചി മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കും കൂടെ ഇച്ചിരി കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആ സംഭവം വാസ്കോ ഡി ഗാമയുടെ ഇതൊക്കെ വന്ന് നേരിൽ കാണുവാനും ആർമിയുടെ പിന്നെ ഇതേപോലെ തന്നെ നേവിയുടെയും മ്യൂസിയം ഒക്കെ നേരിൽ കാണാൻ നമുക്ക് ഒരുപാട്. വീണ്ടും നമ്മൾ സഹയാത്രയിലാണ്. കഴിഞ്ഞ ഇല്ലിക്കലിലൊക്കെ യാത്ര ചെയ്തപ്പോൾ കണ്ടു. രാവിലെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ലായിരുന്നു. പേര് പറഞ്ഞു. എൻ്റെ പേര് നിതിൽ എന്നാണ്. ഞാൻ BTCയുടെ 10-ൽ കൂടുതൽ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് പോയിട്ടുണ്ട്. കൊല്ലം BTCയുടെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് കൊല്ലത്ത് വരുന്ന ഒരാളാണ്. കൊല്ലം BTCയുടെ ഇത് 3ാമത്തെ യാത്രയാണ്. ആദ്യത്തെ യാത്ര ഇല്ലിക്കൽ പോയി. രണ്ടാമത് ഒരു 2 ആഴ്ച മുമ്പേ നമ്മൾ ആമ്പൽപ്പാടം കാണാൻ പോയി. പിന്നെ ഇത് 3ാമത്തെ യാത്ര. കുറേ നാളായിട്ട് എറണാകുളത്ത് പലവട്ടം വന്നിട്ട് പോയിട്ടുണ്ടെങ്കിലും ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നൊക്കെ നമ്മൾ സിനിമകളിൽ കൂടെയും മറ്റേ യൂട്യൂബ് വീഡിയോകളിലൂടെയും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് വന്ന ഒരു യാത്രയാണ്. ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത് നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. എന്നാലും ഔദ്യോഗിക തിരക്കുകളിൽ വന്ന് പോകുന്ന ഇടയ്ക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇതിന് മാത്രമായിട്ട് ഇന്ന് വന്നതാണ്. ഈ കൊല്ലം BTCയുടെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി. ഇന്ന് പോയ സ്ഥലങ്ങൾ ഏതാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല. കാരണം ഒന്ന് സ്വിച്ച് ഇട്ട പോലെ ഓരോ സ്ഥലങ്ങൾ മാറി മാറി ഇങ്ങനെ ഓടിക്കാണുകയാണ് ചെയ്തത്. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. കൂടുതലും ഇത് വിദ്യാർത്ഥികൾക്കും ചരിത്ര അന്വേഷികൾക്കും പറ്റിയ ഒരു ട്രിപ്പായിരിക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് അവർ പുതുതായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാണാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് വേറൊരു സ്ഥലത്ത് എത്തിയതുപോലെയാണ് നമുക്കവിടെ ഒരു വിദേശ രാജ്യത്ത് എത്തിയതുപോലെ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേവിയുടെ മ്യൂസിയം തൊട്ട് ഫോർട്ട് കൊച്ചി ബീച്ച്, ചീന വല കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ജൂയിഷ് ടൗണിൽ പോയിട്ട്, ജൂയിഷ് ടൗണിൽ കഴിഞ്ഞ വർഷം പോയിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു. നമ്മൾ കേരള പോലീസിൻ്റെ മ്യൂസിയം കണ്ടു. കേരള പോലീസിൻ്റെ മ്യൂസിയം ജൂയിഷ് സിനകൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അതിൻ്റെ അകത്ത് കയറാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒന്നുള്ള ഈ പെർഫ്യൂം ഫാക്ടറി ഉണ്ടായിരുന്നു. പെർഫ്യൂം ഫാക്ടറിക്ക് അകത്ത് പോയിട്ടുള്ള അവിടുത്തെ ഒരു കാഴ്ചകൾ കണ്ട് എന്താ പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇനിയിപ്പം ലഞ്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വാട്ടർ മെട്രോ കയറി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ KMR നമ്മുടെ നോർമൽ മെട്രോ ട്രെയിൻ കയറി തിരിച്ച് ഇടപ്പള്ളി പോകാനാണ് പ്ലാന്. അത് കഴിഞ്ഞ് ബസ് തിരികെ കൊല്ലത്തേക്ക് പോകും. നമ്മളാണെങ്കിൽ നേരെ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് പോകുന്നുള്ളൊരു പ്ലാനാണ്. അതായത് 4:30-5 മണിയോടുകൂടി സൗത്ത് സ്റ്റേഷൻ്റെ ഭാഗത്ത് മെട്രോയിൽ ഇറങ്ങിയിട്ട് ട്രെയിൻ കയറി പോകാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ വെച്ചാൽ വാട്ടർ മെട്രോ ആണ്. അപ്പോൾ അതൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അതിലൊരു രസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വാട്ടർ മെട്രോ കാഴ്ചകളുമായിട്ട് കാണാം.